ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുക്കിങ് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്, ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ വീക്കിലി വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിലൊരു ലഞ്ച് റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലുള്ള ഓർഗനൈസിങ്ങും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒന്ന് എന്താ പറയുക, എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആണ് നമുക്ക് കൂടുതൽ ടൈം ഇതുപോലുള്ള കാര്യങ്ങളിലും ചെയ്യാനും വീട് ക്ലീൻ ചെയ്യാനും ഡീപ്പ് ക്ലീൻ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടുന്നത് സൺഡേ ആണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെജിറ്റബിളെല്ലാം ഇതുപോലെയുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കൽ. മസാല നല്ല പ്രോഡക്റ്റാണ്. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ റിവ്യൂസ് കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എന്താ പറയുക, ഫ്ലോപ്പ് ആകാത്ത നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കുറേ നാൾ മോശമാവാണ്ട് വെജിറ്റബിളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കഴുകി തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കണ്ടെയ്നറിലിട്ട് വെക്കലാണ്. ഇത് 6 സെറ്റ് വരുന്നതാണ് കേട്ടോ ആ കണ്ടെയ്നർ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ആവോലി ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എടുത്താണ് കേട്ടോ ഫിഷ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 3 ടീസ്പൂണ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി അല്ല, എന്താ പറയുക, മല്ലിയൊന്നും ചേർക്കാതെ മുളക് മാത്രം പൊടിച്ചിട്ടുള്ളതാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇത് കളർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇത് അത്ര വലിയ കളറൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൗഡറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, അധികം പേസ്റ്റ് ആക്കി എടുത്തതല്ല. ഇതിലേക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്തിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് എന്താ പറയുക പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതാ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ, ഞാൻ 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അങ്ങനെ വെക്കണമെന്നില്ല, സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് 3-4 ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് 1/4 ടീസ്പൂണിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബിരിയാണിയെല്ലാം റെഡിയാക്കുമ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൽ മസാല റെഡിയാക്കുമ്പോഴാണ്. പക്ഷേ സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ എന്താ പറയുക, തിരക്കിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിഷെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ട് അതിൽ ഓയിലിൽ ഇങ്ങനെ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതാ ഉള്ളിയെല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ, സോഫ്റ്റായി വരുന്നത് വരെ. അത്യാവശ്യം സോഫ്റ്റായിട്ടുണ്ട്, എന്നാലും കുറച്ചധികം നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 3-4 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും തക്കാളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ എന്താ പറയുക അടച്ചു വെച്ചാൽ തന്നെ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് ഇത് നമ്മൾ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ചധികം നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഞാൻ കൂടുതലും സമയമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയാണ് ബിരിയാണിയിലൊന്ന് റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയിലും വഴറ്റാൻ വേണ്ടി തന്നെ ഒത്തിരി നേരമാവും. അതുകൊണ്ട് തിരക്കുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇങ്ങനെയാണ് ചെയ്യൽ. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ, എളുപ്പപ്പണിയാണിത്. എല്ലാ ബിരിയാണി ഇങ്ങനെ തന്നെ ആക്കണമെന്നില്ല, ടേസ്റ്റിലൊന്നും ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഈസി ഇതാണ്. ഉള്ളിയും തക്കാളിയെല്ലാം അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടീസ്പൂണ് പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവായിക്കോട്ടെ എന്ന് അങ്ങനെ വിചാരിച്ച് ചേർത്താണ്. എരിവൊന്നും ഇത്ര വേണ്ടെങ്കിൽ ഇത്ര മുളക് എടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തതാണ്. നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടീസ്പൂൺ ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് ഗീ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതാ സ്പൈസസ് ആണ് ചേർക്കുന്നത്. 3 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായാലും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് അരിയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4.5 കപ്പ് വെള്ളമാണ് എടുത്തത്. ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ കപ്പിൽ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. 1.5 കപ്പ് വെള്ളം. ഇനി വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ടൈപ്പിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. അരിയിലെല്ലാം ഉപ്പ് പിടിക്കാനുള്ള ടൈപ്പിൽ കേട്ടോ. ഞാൻ 2-3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊന്നും അങ്ങനെ കറക്റ്റ് പറയുന്നില്ല. ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലിറ്റ് വെച്ച് കൊടുക്കുക. വെള്ളമെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷനലാണ് കേട്ടോ. കാണാനെല്ലാം നല്ല മുഞ്ചുണ്ടാവും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. ഞാനിതിപ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള നെയ്ച്ചോറാണ് റെഡിയാക്കുന്നത്. ഇത് കണ്ടില്ലേ, അരിയെല്ലാം അരിയല്ല വെള്ളമെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അരിയെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ റൈസ് റെഡിയാക്കുന്ന സമയത്തുണ്ടല്ലോ ഫസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കൽ. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിൽ കറിവേപ്പില ചേർത്തിട്ട് നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ലിഡ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ, വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചോറ് റെഡി ആയിനോ നോക്കാം. ഞാനിത് ഫുള്ള് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചോറ് കുക്ക് ചെയ്തെടുത്തത്. അപ്പം ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ അത്ര ഒന്ന് ലിറ്റിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. നെയ്ച്ചോറ് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ല സ്മെല്ലാണ്. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തരോ ഞാൻ പറഞ്ഞിട്ടില്ല, നല്ല ഫ്ലേവറാണെന്നുള്ളത്. ഇതുവരെ അങ്ങനെ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഫ്ലേവർ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലൊന്നും പിടിക്കുകയും ചെയ്യില്ല. കറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല. ഫസ്റ്റിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഫ്ലെയിമൊന്നും മാറ്റമൊന്നും ചെയ്യരുത് കേട്ടോ. ആ വെള്ളം വറ്റുന്നത് വരെ ആ ഒരേ ഒരു ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. നല്ല അടിയിലൊന്നും പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാവും. സമയം കൊണ്ട് നമ്മളെ ഫിഷെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അധികം കരിഞ്ഞു പോവാത്ത ടൈപ്പിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ബാലൻസ് വന്ന ഓയിലില്ലേ, അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാലയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ആദ്യം നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെ മസാല റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും പണിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായത്. ഇനി ആ ഒരു ഓയിലെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 1 ടീസ്പൂണ് ബിരിയാണി മസാലയാണ്. ഞാനിത് പാക്കറ്റ് അങ്ങനെ വാങ്ങിയതാണ് ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് പൊടിയെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഫുള്ളായിട്ട് വെക്കുന്നില്ല, ചെറിയ അധികം പൊടിഞ്ഞു പോവാത്ത പീസ് ഉണ്ടല്ലോ, തലൻ്റെ ഭാഗം, വാല് അങ്ങനത്തെ ഉള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് ചോറിൻ്റെ മേലെ അങ്ങനെ വെക്കാനാണ്. ഇനി ഒരു മസാല വെച്ചിട്ടുണ്ടല്ലോ, ഫിഷെല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് ലിഡ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലേൻ്റെ എല്ലാം ഇത്. അപ്പോൾ മെല്ലനെ വേണം കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാൻ, അല്ലെങ്കിൽ മീനെല്ലാം ഒന്ന് പൊടിഞ്ഞു പോവും. പിന്നെ ശരിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഫിഷ് ബിരിയാണിൻ്റെത്. ശരിക്കും ഇതിൻ്റെ ഫിഷ് ബിരിയാണിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഈ ഒരു മെത്തേഡിലല്ല റെഡിയാക്കൽ. ഫിഷെല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ആ ഒരു വെള്ളത്തിലാണ് റൈസെല്ലാം റെഡിയാക്കൽ. ഇൻഷാ അല്ലാ ആ ഒരു റെസിപ്പി ഞാനൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറുണ്ടല്ലോ, ഇതിൻ്റെ പകുതി പോർഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട് ദമ്മ് ഇടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പകുതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഫുഡ് കളറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എനിക്ക് ഫുഡ് കളറൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഗരം മസാല ഗീയിലും ചേർക്കാം. പിന്നെ കൂടുതൽ അങ്ങനെ ഗീ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നടുവിൽ കുറച്ച് മസാല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ ലെയർ ആക്കുന്നില്ല, സിംഗിൾ ലെയറാണ് കേട്ടോ. അടിയിൽ ചോറ്, പിന്നെ നടുവിൽ മസാല, പിന്നെ അതിൻ്റെ മേലെ ചോറ്. ആ ഒരു ടൈപ്പിലാണ് റെഡിയാക്കുന്നത്. വേണമെങ്കിൽ 2-3 ലെയറിൽ വേണമെങ്കിലും നമുക്ക് ദമ്മിട്ടിട്ട് എടുക്കാം. പിന്നെ കൂടുതലായിട്ട് മസാല വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിന്. കാരണം ബിരിയാണിയിലൊന്നും കൂടുതൽ അങ്ങനെ ഓവർ മസാല എനിക്ക് അത്ര ഇഷ്ടം കുറവാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. മസാലയെല്ലാം കൂടുതൽ അങ്ങനെ ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടുതൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ച ചോറില്ലേ അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷില്ലേ അതും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലല്ല മല്ലിയിലും പുതിനയിലും ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഉള്ളിയിലും മൊരിച്ചതില്ലേ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മളിതിപ്പം എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒന്നും നമ്മൾ ഇങ്ങനെ റെഡിയാക്കില്ല, കുറച്ചും കൂടെ ടേസ്റ്റിലും കുറച്ചും കൂടെ സമയം എടുത്തിട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഗീയും കൂടി ആക്കിയിട്ടുണ്ടായിന്. എന്നിട്ട് ലിഡ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഞാനതൊന്ന് ദമ്മിട്ടെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ആ ഒരു നമ്മളെ ലിഡിനുണ്ടാകുന്ന ആ ഒരു ഹോളില്ലേ അതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സ്റ്റീം അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി നല്ല നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും. സീ യു ആൾ. അസ്സലാമു അലൈക്കും.